അതിപരിസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിലെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എഫെസ്യർ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭാഗത്ത് വായിക്കാൻ കാണാൻ കഴിയും. ഫ്രൈസറോ അപ്പൊ ഞാനിവിടെ ചിന്തിക്കുന്ന ദൈവത്തിനും എന്ന് പറയുന്നത് കരുണാസമ്പന്നായ ദൈവമോ അല്ലേലിയ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നമുക്ക് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമല്ലേ. ലേലിയ നിങ്ങൾക്ക് എത്ര പേർക്ക് ആ വാക്യം വായിക്കുമ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? എനിക്ക് വളരെ സന്തോഷമാണ് വാക്യം വായിക്കുക. കാരണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു പോയ തകർന്നു പോയ എൻ്റെ ജീവിതത്തെ ദൈവത്തിന്റെ കരുണാസമ്പന്നായ ദൈവത്തിന്റെ മഹാസ്നേഹ നിമിത്തമാണ് എന്നെ വീണ്ടെടുത്ത് ഇന്നൊരു ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ ദാസനായി നിർത്തിയത്. എനിക്ക് വാക്യം എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വചനമാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ലേലിയ ഈ കരുണാസമ്പന്നായ ദൈവത്തിന്റെ മഹാസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പ്രസംഗിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. പ്രസംഗിച്ചതിന്റെ ആഴവും നീളവും വീതിയും ഉയരവും നമുക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവികമായ ജ്ഞാനത്തിനും അഭിഷേകത്തിനും ഒത്ത നിലയിൽ നമുക്കത് പ്രസംഗിക്കാൻ ദൈവം തരുന്ന കൃപ മാത്രം. അത് അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. വ്യക്തം ചെയ്യും. ഞാൻ പ്രാരംഭത്തിൽ പറയട്ടെ, തകർന്നിരിക്കുന്ന അതിക്രമങ്ങളും പാപങ്ങളും തകർന്ന് മനസ്സ് വേദനിച്ചിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത്. എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറ്റിപ്പോയല്ലോ, എല്ലാവരും എന്നെ പുറത്തല്ലേ ഓർത്ത് നിരാശപ്പെട്ടു പോകാതെ നിന്റെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ പാപങ്ങളെ ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കിയാൽ നീ ഉലകത്തിൽ പരാജയപ്പെടുത്തി നിനക്ക് മടങ്ങി വരാൻ അവസരമുണ്ട്. വ്യക്തം ചെയ്യാൻ. കാരണം എനിക്കൊരിക്കലും ഒരു ദൈവവചനം ശുശ്രൂഷിച്ചുകൊണ്ടൊരു വിശ്വാസിയായൊരു സഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ ഒരു യോഗ്യതയില്ലായിരുന്നു. അത്ര കൊടിയ ഭാവിയായിരുന്നു ഞാൻ. സ്തോത്രം. ആ കൊടിയ ഭാവിയായിരുന്ന എന്നെ കർത്താവ് സ്നേഹിച്ച ആ മഹാസ്നേഹം ഓർക്കുമ്പോൾ, ദൈവത്തിന്റെ കരുണ ഓർക്കുമ്പോൾ പിന്നെ നമ്മൾ ദൈവസനിലങ്ങ് അങ്ങ് സമർപ്പിച്ചു കൊടുത്തേക്കണം. ലേലി പഴയതിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നമ്മൾ വിട്ടു പോകുന്നതിനെ പിന്നെ തിരിച്ചോർക്കാനോ അങ്ങോട്ട് മടങ്ങിപ്പോകാനോ നമുക്കൊരിക്കലും ഇടയാകരുത്. പ്രൈസലോ. ഇവിടെ കരുണാസമ്പന്നനായ കർത്താവ് കരുണയിൽ മാത്രമല്ല, അവന്റെ ദയയും അവന്റെ ക്ഷമയും ദീർഘശാന്തി എന്നിവയെല്ലാം അതെല്ലാം വെച്ച് നമ്മുടെ ദൈവം സമ്പന്നനാണ്. അല്ലേലിയ. അതുകൊണ്ടാണ് റോമാലേഖനം 2:4 നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അല്ലേലിയ. പ്രൈസലോ. 2:4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐക്യം നിരസിക്കുന്നുവോ? നമ്മുടെ ദൈവത്തിന് എന്തൊക്കെയുണ്ട്? അല്ലേലൂയ. കരുണ മാത്രമല്ല, ദയയുണ്ട്, ക്ഷമയുണ്ട്, ദീർഘശാന്തിയുണ്ട്. അങ്ങനെ വലിയ സമ്പന്നനാണ് നമ്മുടെ ദൈവം. കർത്താവിന്റെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് എല്ലാം കൊണ്ട് ദൈവസമ്പന്നനാണ്. ലേലിയ. അത് നമ്മുടെ കർത്താവ് എല്ലാ നിലയിലും സമ്പന്നനാണ്. പാപത്തിൽ ദരിദ്രനായി മാറിയ, പാപത്തിൽ ശാപത്തിൽ വീട് കിടന്ന, സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നിത്യ നരകത്തിനു വേണ്ടി വിധിക്കപ്പെട്ട സാത്താൻ ഓരോ ദിവസം നമ്മുടെ ഒരു അവകാശം പറഞ്ഞ് അവൻ പാപത്തിന്റെ വഴിയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലേലിയ അവൻ കരുണയിലും ദയയിലും ക്ഷമയിലും ദീർഘശാന്തിയിലും ഒക്കെ സമ്പന്നായ ദൈവം നമ്മോട് സ്നേഹിച്ച മഹാസ്നേഹം ഓർക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇനി നിന്റെ ജീവിതത്തിൽ പാപം പ്രവേശിക്കരുത്. സ്തോത്രം. വിശുദ്ധ ജീവിതം നയിക്കണം. അല്ലേലിയ. വിശുദ്ധ ജീവിതമാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് തന്നെ ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാരെന്ന് തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ് അവർ ദൈവത്തെ കാണും. പ്രൈസോ. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിളിച്ചത്, ശുദ്ധീകരണത്തിനാ. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല.
ഇങ്ങനെ ഒട്ടനവധി ദൈവിക സമ്പന്നതയുടെ അടിസ്ഥാന വചനങ്ങൾ വിശുദ്ധ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങളോടുള്ള ദൂത, നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതാ. ഒരുപക്ഷെ നിങ്ങളൊരു കൊടിയ പാപിയായിരുന്നാലും ആ പാപത്തിൽ നീ വീണ്ടും നശിച്ചു പോകാതെ, ആ പാപത്തിൽ നീ മരിച്ചു പോകാതെ, നിന്റെ അതിക്രമങ്ങളെ മുഴുവൻ ക്ഷമിച്ച് നിന്റെ പാപത്തിന് പരിഹാരം തന്ന് ദൈവത്തിന്റെ മകനാക്കി മകളാക്കി മാറ്റിയെടുക്കുവാൻ കർത്താവിന് കഴിയും. പ്രൈസലോ. അവരുടെ ജീവിതത്തിൽ തളരരുത്, തകർന്നു പോകരുത്. പ്രൈസലോ. പാപം ജീവിതത്തിൽ പ്രവേശിപ്പാൻ ഇടയാകാത്ത നിലയിൽ നിങ്ങളുടെ ശരീരമാകുന്ന കൂടാരത്തെ, നിങ്ങളുടെ ഭവനമാകുന്ന ഈ കൂടാരത്തെ, നിങ്ങളുടെ മൺകൂടാരത്തെ, ശരീരത്തെ നിങ്ങൾ എപ്പോഴും വൃത്തിയാക്കിയിടണം. നമുക്കറിയാം, നാം താമസിക്കുന്ന വീട് ലലിയ, നമ്മളെല്ലാ ദിവസവും വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കും. മാറാമ്പലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തൂത്തുവാരി കളയും. എന്തിനാ? വീട് വൃത്തിയായി കിടക്കാൻ വേണ്ടി. എന്നാൽ ചില വീടുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടോ, അടിച്ചു വാരുകയില്ല, അത് തുടയ്ക്കത്തുമില്ല, മാറാമ്പലും അടിച്ചു കളയാതെ മാറാമ്പല് പിടിച്ച് അല്ലേറിയ ഒരുവിധം വല്ലാത്ത ചെളിക്കുണ്ട് പോലെ കിടക്കുന്ന അനവധി വീടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ അങ്ങനെയുള്ള വീട്ടിൽ പോയിട്ടുണ്ട്. അല്ലേറിയ ചില വീടുകളിൽ ചെന്ന് ആ വീട്ടിലെ കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ചില വീടുകളിൽ ചെന്ന് ആ വീട്ടിലെ കസേരയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ആ കസേരയിൽ നമ്മൾ നല്ല ഷർട്ടും ഒക്കെ ഇട്ട് ചെന്ന കസേരയിൽ ഇരുന്ന് എഴുന്നേറ്റ് നമ്മുടെ പുറത്തും കയ്യേലും മുഴുവൻ ചെടിയായിരിക്കും. ചില വീടുകളിൽ ചെന്ന ചില കസേരയുടെ കാലും അതിന്റെ അടി മുഴുവൻ മാറാപ്പലായിരിക്കും. അല്ലേരിയ നമ്മൾ ഇരിക്കുന്ന മേശയിലെല്ലാം ചെളിയും മാറാമ്പലുമായിരിക്കും. ചില വീടുകളിൽ ഊണുമേശ ചെന്ന് കഴിഞ്ഞാൽ ആ ഊണുമേശ എപ്പോഴൊക്കെയോ തിന്നതിന്റെ വേസ്റ്റുകൾ കിടന്ന ടീച്ച അരിക്കുന്ന കാണാൻ കഴിയും.
വിധമാണ് തിരുവെഴുത്ത് പറയുന്നത്. അല്ലേ? ശാരീരിക മരണം, 2 ആത്മീയ മരണം, 3 രണ്ടാം മരണം. അപ്പൊ ശാരീരിക മരണമുണ്ട്, ആത്മീയ മരണമുണ്ട്, രണ്ടാം മരണമുണ്ട്. അങ്ങനെ 3 വിധമായ മരണമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അല്ലേലിയ. അതിലൊരു സ്തോത്രം. ഒന്നാമത്തത് ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വേർപിരിയുന്നതാണ് ശാരീരിക മരണം എന്ന് പറയുന്നത്. 2 എന്ന് പറയുന്നത് ദൈവവുമായി ബന്ധമില്ലാതെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരിക്കുന്ന അവസ്ഥയാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. ഒന്നാമത്തെ മരണം ശാരീരിക മരണം, ആത്മീയ മരണം, രണ്ടാം മരണം. അതിന് ശരീരത്തിൽ നിന്ന് പ്രാണനും ആത്മാവും വേർപിരിയുന്നത് ശാരീരിക മരണം, ദൈവവുമായി ബന്ധമില്ലാത്ത അതിക്രമങ്ങളും പാപങ്ങൾ മരിച്ചിരിക്കുന്ന അവസ്ഥ ആത്മീയ മരണം. രണ്ടാം മരണം എന്ന് പറയുന്നത് ഹല്ലേലൂയ, പാപത്തിന്റെ ശിക്ഷയായ നിത്യ നരകത്തിലേക്ക് നാം തള്ളപ്പെടുന്നത്. പ്രൈസ്. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 20:15 നമ്മൾ വായിക്കുന്നുണ്ട്. ജീവ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന ജീവപുസ്തകം എന്ന് പറയുന്ന ഒന്ന് ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. അപ്പം ഒരു പാപിയായ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് തന്റെ പാപത്തെ ഉപേക്ഷിച്ച് മദ്യപാനം വിട്ട്, വെറുക്കൂത്ത് വിട്ട്, ജഡികത വിട്ട്, കൊള്ളപ്പലിശ വിട്ട്, കൊള്ള വിട്ട്, അതിക്രമം വിട്ട്, വ്യഭിചാരം വിട്ട്, പരസംഗം വിട്ട്, വിഗ്രഹാരാധന വിട്ട്, മോഷണം, പിടിച്ചുപറി എന്നിവയെല്ലാം ഉപേക്ഷിച്ച് തീവ്രവാദം, ഭീകരവാദം, വാക്യത, രക്തചൊരിച്ചിലൊക്കെ ഉപേക്ഷിച്ചിട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ആ മനുഷ്യന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. പ്രൈസ്. ആ ജീവപുസ്തകത്തിൽ പേരുള്ളവർക്കൊക്കെ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയും. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെല്ലാം തീപ്പൊയ്യിൽ തള്ളിവിടും. അത് രണ്ടാം മരണം. പ്രൈസ്. അപ്പൊ നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് നിത്യമായി സ്വർഗത്തിലെത്താൻ വേണ്ടിയിട്ടാണോ, അതോ കെടാത്ത തീയും ചാകാത്തമുള്ള നരകത്തിലെത്താൻ വേണ്ടിയിട്ടാണോ? പ്രൈസ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഒരു മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തേണ്ടത്. മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെട്ടതിന് തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ഹല്ലേലൂയ. പാപങ്ങളെ ഏറ്റുപറയണം. ആരോട് ഏറ്റുപറയണം? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപം ഏറ്റുപറയണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപം ഏറ്റുപറഞ്ഞ് അവന്റെ രക്തത്തങ്ങൾ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ അവന്റെ മകനായി മകളായി മാറുന്നു. നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. രക്തം ചെയ്യാം. മരിച്ചു കഴിഞ്ഞതിന് ശേഷം, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ ശേഷം ആ മനുഷ്യന് വേണ്ടി എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം വഴിപാട് ചെയ്താലും, മരിച്ചുപോയ മനുഷ്യന്റെ പേരിൽ എന്തെല്ലാം ദാനധർമ്മം ചെയ്താലും ആ മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. മരണാനന്തര ക്രിയ കൊണ്ട് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കില്ല. അങ്ങനെയാണ് ലോകം മതങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷേ സത്യവേദ പുസ്തകം പറയുന്നത് നാം ജീവനോടെ ഇരിക്കുമ്പോൾ പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിത്യശിക്ഷാവിധിയാകുന്ന രണ്ടാം മരണത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ച്, ശാരീരികമായ മരണത്തിൽ നിന്നും ആത്മീയമായ മരണത്തിൽ നിന്നും മോചനം പ്രാപിച്ച് നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് കർത്താവാൻ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിന് വേണ്ടി ജീവിക്കണം. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമുക്ക് യേശുവാണ് നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. യേശുവാണ് നമ്മുടെ അടുത്ത സ്നേഹിതൻ. യേശുവാണ് നമ്മുടെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരൻ. യേശുവാണ് നമ്മുടെ രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ. യേശുവാണ് സകലത്തിന്റെയും ആരംഭവും അവസാനവും, സകലത്തിന്റെ ഉടയവൻ, സർവ്വവ്യാപി. ഹല്ലേലൂയ. സർവശക്തൻ, സകലത്തിനും സമ്പന്നൻ യേശു. ഹല്ലേലൂയ. ആ കർത്താവിനെ അനുഗമിക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. രക്തം ചെയ്യുന്നു. ഞാനിവിടെ ഒരു പ്രോസ്പെരിറ്റി തിയോളജി ഒന്നും അല്ല പ്രസംഗിക്കുന്നത്. നിങ്ങളെ കൂടിച്ചെന്നാക്കാമെന്നും നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഇങ്ങോട്ട് നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളെ ആകാശത്തിൽ കൂടെ നാമെ പറന്നു പോകുന്ന കാണുന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അല്ലേരിയ, നീ ഒരു പാപിയായ മനുഷ്യനാണെന്നാണ് ഞാൻ പറയുന്നത്. നീ ഒരു പാപിയായ മനുഷ്യനാണ്. നിനക്ക് ദൈവമായിട്ട് ബന്ധമില്ലാത്തവനാണ്, ദൈവമായിട്ട് ബന്ധമില്ലാത്തവളാണ്. നീ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നവരാ. നീ നിന്റെ തലമുറയും പാപത്തിലാ, നീ നിന്റെ മാതാപിതാക്കളും പാപത്തിലാ, നീ നിന്റെ കുടുംബവും പാപത്തിലാ. നിനക്ക് രണ്ടാം മരണം എന്ന നിത്യശിക്ഷാവിധി ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ രണ്ടാം മരണം നിത്യശിക്ഷാവിധിയിലേക്ക് നീ കടന്നു പോകുന്നതിന് മുമ്പ് ഈ ഭൂമി വെച്ച് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി നീ നിത്യജീവനെ പ്രാപിക്കണം.
അതാണ് ഈ ലോകത്തിൽ വെച്ച് നിനക്ക് ഏറ്റവും നേടുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്തോഷം, ഭാഗ്യം എന്നൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഈ പ്രോസ്പെരിറ്റി പ്രസംഗിച്ചിട്ട് ദൂതുകളും ആലോചനയൊക്കെ അതൊക്കെ എനിക്കും അറിയാം, ഞാനതൊക്കെ ചെയ്യാറുണ്ട്. അത് സമയത്ത് ചെയ്താൽ മതി, അതിനുള്ള നിയോഗം കിട്ടുമ്പോൾ ചെയ്താൽ മതി. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ ഇത് തന്നെ വെച്ചൊരു ബിസിനസ് ആക്കി മാറ്റരുത്. പാപിയായ മനുഷ്യന്റെ പാപത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. നീ പാപിയാണെങ്കിൽ പാപിയാണെന്ന് പറയണം. ആ പങ്കിലെ പാപിക്ക് മാനസാന്തരം ഉണ്ടാവുള്ളൂ. ഒരു പാപി മാനസാന്തരപ്പെട്ട് സ്വർഗം മുഴുവൻ സന്തോഷിക്കുക. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം മുഴുവൻ കോടാനുകൂടി ദൂതന്മാരും ഗരുവുകളും സാറാഫുകളും വിശുദ്ധന്മാരും അടങ്ങിയ സർവസംഘം, ഹല്ലേലൂയ, അവർ സ്വർഗത്തെ സന്തോഷിക്കുന്ന ഒരു പാപിയുടെ മാനസാന്തരത്തിൽ. ഹല്ലേലൂയ. രക്തജയം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് കോടാനുകോടി രൂപയുടെ സമ്പത്തുള്ള നീ കോടീശ്വരനാണെന്ന് പറഞ്ഞ സ്വർഗം സന്തോഷിക്കുന്നില്ല. പാപിയെ മാനസാന്തരപ്പെടുമ്പോഴാണ് സ്വർഗത്തെ സന്തോഷം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. കർത്താവിന്റെ സ്വഭാവ ഗുണങ്ങളിൽ ഒന്ന് അവൻ കരുണാസമ്പന്നനാകുന്നുള്ളതാണ്. അപ്പൊ സമ്പന്നരാ നമ്മുടെ കർത്താവ്. എങ്ങനെ കരുണാസമ്പന്നൻ. അല്ലെങ്കിൽ പണസമ്പന്നനല്ല, അല്ലെങ്കിൽ കോടീശ്വരന്മാരെ അതല്ല, കരുണാസമ്പന്നൻ. നമ്മുടെ കർത്താവിന്റെ ഒന്നാമത്തെ സ്വഭാവം അവൻ കരുണാസമ്പന്നൻ എന്നുള്ളതാണ്. അതേ തുടർന്ന് ദയയുള്ളവൻ തന്നെ. ആമീൻ. അലിയ. ഒരു തലമുറയ്ക്കല്ല, 2 തലമുറയ്ക്കല്ല, 1000 തലമുറ വരെ കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ദൈവം ആരാണ്? ഒരു തലമുറയ്ക്കല്ല, 1000 തലമുറ വരെ കരുണ കാണിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം, ഹല്ലേലൂയ, 20-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ അതിന്റെ 4-5 വാക്യങ്ങൾ പറയുമ്പോൾ കർത്താവ് മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകൾ, 10 കൽപ്പനകളെ പലരും വ്യാഖ്യാനിച്ച് തങ്ങളുടെ കാൽച്ചുവിട്ടിട്ട് പന്ത് തട്ടുന്ന പോലെ തട്ടിക്കളിച്ച് 10 കൽപ്പനയെ ആമീൻ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഫുട്ബോൾ കളത്തിൽ ഒരു പന്ത് ഒരു ഫുട്ബോൾ കളിക്കാരന്റെ കാലിൽ കിട്ടിയാൽ അവനെ പന്തിട്ട് തട്ടി 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 അവൻ ഗോളടിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനയാകുന്ന അവിശുദ്ധ കൽപ്പനയെ പലരും തങ്ങളുടെ കാലിൽ പന്തിട്ട് തട്ടുപോലെ തട്ടി തട്ടി ദുർവ്യാഖ്യാനം ചെയ്ത് അതിൽ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യന്റെ വ്യാഖ്യാനം മാത്രമേ തെറ്റുള്ളൂ, ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. അതുകൊണ്ട് പുറപ്പാട് പുസ്തകം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിന്റെ 3, 4, 5 വാക്യം പറയും, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഒന്നാമത്തെ കൽപ്പന. 2-ാമത്തെ കൽപ്പന എന്ന് പറയുന്നത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമയും അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുമേൽ സന്ദർശിക്കും. എന്നെ സ്നേഹിച്ചെന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളെ 1000 തലമുറ വരെ നമ്മുടെ ദൈവം ദയ കാണിക്കുമെന്ന് ദൈവം നമുക്ക് നൽകിയ 10 കൽപ്പനയ്ക്കകത്ത് 2-ാമത്തെ കൽപ്പനയാണ്. ഈ കൽപ്പനയൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞത്, നിങ്ങൾ കാലുകൊണ്ട് പന്ത് തട്ടി കളിക്കുന്ന കളിക്കരുത്. 10 കൽപ്പന 10 കൽപ്പനയായിട്ട് തന്നെ പഠിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, കർത്താവ് ദയയും ക്ഷമയും ഉള്ളവനാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 34-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. എന്താണ് പറയുക? യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുള്ളവൻ, 1000 ദയ പാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും അല്ലെങ്കിൽ പാപവും ക്ഷമിക്കുന്നവൻ, കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മേലും 3-ാമത്തെയും 4-ാമത്തെയും തലമുറയോട് സന്ദർശിക്കുന്നവൻ എന്നൊക്കെ ഈ പുറപ്പാട് പുസ്തകം 34 നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ദൈവത്തെ ഭയപ്പെടണം.
ലോകത്തെയല്ല, ദൈവത്തെ ഭയപ്പെട്ട് നീ നിന്റെ തലമുറ വിശുദ്ധ ജീവിതം നയിക്കണം. നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ അഴിഞ്ഞ്, നിന്റെ കുടുംബത്തിന്റെ കെട്ടുകൾ പൊട്ടി, ബന്ധനം അഴിഞ്ഞ് നിന്റെ കുടുംബം കടന്നു പോകുന്ന മഹാവിപത്തിൽ നിന്ന് വിമോചനം പ്രാപിക്കുവാൻ യേശുവിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒന്നൊന്നായിട്ട് മാറിപ്പോകാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി മാറി മാറി നീ ഒന്ന് സ്വതന്ത്രമായി മാറണമെങ്കിൽ, ഹല്ലേലൂയ, പാപങ്ങളേറ്റു പറയണം. ഹല്ലേലൂയ. ഇപ്പം നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തെ നോക്കിയാൽ നല്ലൊരു ചമക്കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്ന പോലെ സാത്താൻ നിന്റെ കുടുംബത്തെ വിവിധമായ ബന്ധനങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുക. ഹല്ലേലൂയ. ആ കെട്ട് പൊട്ടിച്ച് നിനക്ക് പുറത്തു വരുവാൻ കഴിയാവുന്നത് വണ്ണം, ഹല്ലേലൂയ, സാത്താൻ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതിൽ നീ മോചനം പ്രാപിക്കണം. നമ്മുടെ കരുണാസമ്പന്നായ ദൈവത്തിന്റെ കരുണ മുഖാന്തരം പാപങ്ങളെ നീ ഏറ്റു പറയണം, രക്തം ചെയ്യും. പ്രൈസലോ. വിശുദ്ധ ജീവിതം നയിക്കുന്നവന് മാത്രമേ സ്വർഗരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അവിടെ ഒരു അശുദ്ധനുമില്ല, ഒരു അശുദ്ധനോട് പ്രവേശിപ്പാൻ കഴിയത്തില്ല. വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നതാണ് ദൈവരാജ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വചനം വായിക്കുമ്പോൾ 86-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീയോ കർത്താവേ, കരുണയും കൃപയും നിറഞ്ഞ ദൈവമാകുന്നു, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുള്ളവൻ. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിന്റെ പ്രാർത്ഥനയും പറയുകയാണ്: നമ്മുടെ കർത്താവ് കരുണയും കൃപയും നിറഞ്ഞ ദൈവമാണ്, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും ഉള്ളവനെന്ന് ഇവിടെ കർത്താവിനെ കുറിച്ച് പറയുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, ശവക്കുഴി എന്ന ആശയത്തിലും പാതാളം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മരിച്ച സ്ഥിതി വന്നിട്ടും നീ എന്നെ ജീവിപ്പിച്ച എന്ന ആശയത്തിന് ആസ്പദമാക്കിയിട്ടാണ് 86-ാം സങ്കീർത്തനം അതിന്റെ 14, 15, ഹല്ലേലൂയ, 16 വാക്യങ്ങൾ തരുന്നത്. ഹല്ലേലൂയ. അപ്പം ദുഷ്ടന്മാർ തന്നെ നശിപ്പിക്കാൻ അടുത്തു വരുന്നു എന്ന് ദൈവത്തെ ഓർമ്മിപ്പിച്ചിട്ട് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചവരാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന മാത്രം ദുഷ്ടം നിന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വരുന്നു. രാവിലെ നിന്റെ ഭർത്താവ് വീട്ടിൽ നിറങ്ങി പുറപ്പെട്ടു കഴിയുമ്പോൾ അനവധി ദുഷ്ടന്മാരായിരിക്കുന്ന കൂട്ടുകാർ നിന്റെ ഭർത്താവിനെ വശീകരിക്കും. നിന്റെ മക്കളെ വശീകരിക്കും. അവർ നിന്റെ മക്കളെയും വശീകരിച്ചുകൊണ്ട് അവരെ വിളിച്ചുകൊണ്ട് രാവിലെ കള്ള് ഷാപ്പിലേക്കും ബാറിലേക്കും ബീവറേജിലേക്കും പോകും. ചിലരൊക്കെ രാവിലെ തൊട്ട് പോയിരുന്ന് ചീട്ടുകളി തുടങ്ങിയാൽ വീട്ടിൽ പോലും പോകാതെ ചീട്ട് കളിച്ച് ഇരിക്കും. ചിലരൊക്കെ കള്ളു കുടിച്ച് സുബോധം നഷ്ടപ്പെട്ട് നാടിനും വീടിനും സമൂഹത്തിനും എല്ലാം വെറുപ്പുളവാക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കും. അതുകൊണ്ട് സാത്താൻ നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവ് ബന്ധനത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ലോകരക്ഷിതമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ളവൻ ഏകൻ ഒരുവൻ മാത്രം, അവൻ യേശു കർത്താവ് മാത്രം. നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുമ്പോൾ ഇന്ന് നിന്റെ കുടുംബത്തിനകത്തെ എല്ലാ അല്ലലുകളും മാറും, നിന്റെ എല്ലാ പിരിമുറുക്കങ്ങളും മാറും. ഇവിടെ നമുക്ക് ഹല്ലേലൂയ കോടിക്കണക്കിന് രൂപ നമ്മൾ സമ്പാദിച്ച് ജീവിക്കുന്നതിലല്ല പ്രാധാന്യം, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എത്രയോ നാളുകളായി നിന്റെ കുടുംബത്തിന് സ്വസ്ഥതയില്ലാതെ, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര്, എന്ത് ചെയ്താലും നഷ്ടം, ഒന്നിനും വിജയിക്കാൻ പറ്റത്തില്ല, ഒന്നിനും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, എവിടെ തൊട്ടാലും തകർച്ച, നിരാശകൾ മാത്രം. കുടുംബത്തിനകത്ത് എന്നും നിലവിളി, മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, മാതാപിതാക്കളെ കൊണ്ട്, മരുമക്കളെ കൊണ്ട്, അമ്മായിയെ കൊണ്ട് സ്വസ്ഥതയില്ലാത്ത തകർന്ന് കിടക്കുന്ന കുടുംബങ്ങൾ. കാന്തത്തിൽ മുട്ടസൂചി ഉടക്കി കിടക്കുന്നത് പോലെയാണ് പല കുടുംബങ്ങളും. ഹല്ലേലൂയ. കാന്തത്തിൽ മുട്ടസൂചി ഉടക്കി കിടക്കാന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും കണ്ടത് പറയുന്നുണ്ട്. നിങ്ങളൊരു നല്ല കാന്തത്തിന്റെ കഷ്ണം എടുത്തിട്ട് ഒരു മുട്ടസൂചിയുടെ പാക്കറ്റ് മേടിച്ചിട്ട് അത് പൊട്ടിച്ചിട്ടിട്ട് ആ കാന്തം മുട്ടസൂചിയുടെ അന്നേരം കാണിക്കണം. ആ മുട്ടസൂചി എല്ലാം കൂടി ഇങ്ങനെ കോർത്ത് നീ കാന്തത്തെ ചാടിപ്പിടിക്കും. പിന്നെ അത് ഇളക്കിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ എവിടെ കുത്താലും കൈയും കാലും മുറിയത്തക്ക നിലയിൽ ആ മുട്ടസൂചി കാന്തത്തിൽ ഉടക്കിക്കിടക്കുന്ന പോലെ പല കുടുംബങ്ങളും ഹല്ലേലൂയ പാപത്തിന് ശങ്കലക്കകത്ത് വീണ, പാപത്തിന്റെ അതിക്രമത്തിൽ നിന്ന് പാപത്തിൽ നശിച്ച് പല കുടുംബങ്ങളും മുറിവേറ്റ് കിടക്കുകയാണ്. ഹല്ലേലൂയ. കുടുംബത്തിൽ സ്വസ്ഥതയില്ല.
അതെ, അങ്ങനെ നീ മുന്നോട്ട് പോയി നിന്റെ മരണം സംഭവിച്ചാൽ നീ നിത്യ നരകത്തിൽ പോകും. അല്ലേരിയ. അതുകൊണ്ട് നീ ഭൂമി ജീവിക്കുമ്പോൾ തന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. അല്ലേരിയ. സുവിശേഷം എന്ന് പറയുന്നത് നിത്യജീവനാണ്. സുവിശേഷം നിന്നെ ക്രമപ്പെടുത്തുന്നതാണ്. സുവിശേഷം നിന്നെ ശക്തീകരിക്കുന്നതാണ്. സുവിശേഷം നിന്നെ ശുദ്ധീകരിക്കുന്നതാണ്. സുവിശേഷം നിന്നെ നിത്യജീവൻ നൽകുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്ന മഹാസത്യത്തിലൂടെ മാത്രമേ നിനക്ക് ഒരു മോചനം പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ കുടുംബത്തിന്റെ തകർച്ച മാറണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം. ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം മതപരിവർത്തനമല്ല, മനസ്സിന്റെ പരിവർത്തനമാണ്. നിങ്ങൾ മതം മാറാൻ ഞങ്ങൾ പറഞ്ഞില്ല, പേര് മാറാൻ പറഞ്ഞില്ല, നിങ്ങളുടെ ജാതി ഞങ്ങൾ ചോദിച്ചില്ല, നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ എവിടെ ജനിച്ചതൊന്നും ഞങ്ങൾ ചോദിക്കും. ഞങ്ങൾ പറഞ്ഞു മാനസാന്തരപ്പെടണം. പാപത്തിൽ മരിച്ചു കിടക്കുന്ന എന്നെ കേൾക്കുന്ന സോദാവി, നീ പാപം വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെടുമ്പോൾ, ക്രിസ്തുവിന് വേണ്ടി നിന്നെ സമർപ്പിക്കുമ്പോൾ, യേശുവിന്റെ രക്തത്താൽ നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി നീ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നീ ഒരു വിശുദ്ധനായി മാറും. സാത്താൻ നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി ഓടും. ഹല്ലേലൂയ. ഇന്ന് പല കുടുംബത്തിനകത്തും സാത്താന്റെ പ്രവൃത്തിയാണ്. ഞാനൊരിക്കലും വീട്ടിൽ ചെന്നപ്പോൾ, ഹല്ലേലൂയ, ഞാനുണ്ട്, എൻ്റെ വൈഫുണ്ട്, എൻ്റെ വൈഫുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ കാരണവര് ചില കള്ളൊക്കെ കുടിച്ചിട്ടായിരിക്കുന്നത്. ആ കാരണവരുടെ ഭാര്യ ഈ ചിലങ്കയൊക്കെ ഇട്ട് കാലിൽ നൃത്തം ചെയ്യുന്നവരെ കണ്ടിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഈ സഹോദരി ഇങ്ങോട്ട് നടക്കുന്നില്ല, ഈ കാലിൽ നിലത്തിട്ട് ഇടിച്ചിടിച്ചാണ് ചിലങ്ക ഇട്ട് ഇടിക്കുന്ന പോലെ. അപ്പൊ ഈ സഹോദരനോട് പറഞ്ഞു, കണ്ട പാസേ, അവളെന്നെ അശേഷം അനുസരിച്ച് അവള് കാലിട്ട് ചിലക്ക ഇട്ടിടിക്കുന്ന പോലെ ഇടിച്ചു പോകുന്ന കണ്ടില്ലേ. അപ്പം പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എന്നോട് ആ സഹോദരൻ പറഞ്ഞു, പാസ് അവരോട് പറയാം. ഞാൻ ആ സഹോദരൻ പറഞ്ഞപ്പോൾ ആ സഹോദരൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. എന്താണ് തക്ക പ്രതിഫലം ആ സമയത്ത് തന്നെയാണ്. ആ സഹോദരൻ അങ്ങോട്ട് കരിയും കൊണ്ടിട്ട് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, ആ തലമുടിക്കൊത്ത് പിടിച്ചൊരു 4 പുറത്തിട്ട് കൊടുത്തു. അഹങ്കാരമൊക്കെ തോന്നി. ചിലർക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ട് അടങ്ങിയിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, ചിലർക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ട് അടങ്ങിയിരിക്കുള്ളൂ. അല്ലറിയ. കടിക്കാത്ത പട്ടിയുടെ വായി കോലിട്ട് കുത്തി കടി മേടിക്കുന്ന പറഞ്ഞ ചിലരൊക്കെ അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അല്ലേരിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ഭർത്താവിന് ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പരസ്പരം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥനയിൽ അവർ മുന്നോട്ട് പോകണം. പരസ്പരം കലഹിക്കരുത്. മക്കൾക്ക് മാതൃകയായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. ദേശത്ത് സമൂഹത്തിൽ സഭയ്ക്ക് മാതൃകയായിരിക്കണം. നീ കലഹം ഉണ്ടാക്കുന്നവനായി മാറരുത്, കലഹക്കാരനായി മാറരുത്, നീ കലഹം ഉണ്ടാക്കുന്നവളായി മാറരുത്. നീ എവിടെയും സമാധാനമായിരിക്കണം. അതുകൊണ്ടാണ് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുന്നത് എബ്രായലേഖനം 12:14 പറയുന്നത്. അല്ലേരിയ. നീ ശുദ്ധീകരണം പ്രാപിക്കണം. അല്ലേരിയ. അപ്പൊ നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം നീ മനസ്സിലാക്കിയിട്ട് നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. അല്ലേരിയ. നിന്റെ കുടുംബത്തിൽ കണനീര് വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ നീ മറ്റുള്ളവരെ പഴിയാരാതെ നിന്റെ ജീവിതത്തിന്റെ പാപമാണ് നിന്റെ കുടുംബം നശിച്ചതെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണം. സ്തോത്രം. അല്ലേരിയ. ഞാനത് പറയും, എന്നെ കേൾക്കുന്ന എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ മദ്യത്തിന് അടിമയായി, മയക്കുമരുന്നിന് അടിമയായി, ലഹരിക്ക് അടിമയായി വ്യക്തിയ. അതാരും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതല്ല, ഞാൻ തന്നെ ഉപയോഗിച്ചു തുടങ്ങി. ഞാൻ എന്റെ വീട്ടിൽ കണ്ടുപിടിച്ചത് ഞാൻ തുടർന്ന് ആവർത്തിച്ചു. അത് പൊതുസമൂഹത്തിൽ ആവർത്തിക്കാൻ തുടങ്ങി. പിന്നെ ഞാനതിൽ വലിയവനായി മാറി. ഏതിന്? പാപത്തിൽ വലിയവനായി മാറി. എന്നെ ആരും തകർത്ത ഞാൻ സ്വയം നശിച്ചതാ. അവസാനം ഞാൻ സ്വയം ഭാവിയാണെന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടപ്പോഴാണ് വിശുദ്ധ ബൈബിളാണ് സത്യം, ബൈബിൾ പറയുന്നതാണ് സത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിളിൽ ഞാൻ വിശ്വസിക്കാൻ കാരണം യേശുക്രിസ്തുവാണ് ലോക രക്ഷകൻ, പാപത്തിന് പരിഹാരം നൽകുന്നവൻ, സകല ജനത്തിന്റെ പാപത്തിന് ശുദ്ധീകരണം നൽകുന്ന യേശു മാത്രമാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവിൽ വന്ന, എന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്ന ആ സത്യമാണ് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ചത്. അങ്ങോട്ട് ഇന്നുവരെ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുകയാണ്. ഞാനൊരു വിശുദ്ധനായിരുന്നു. ജനിച്ചപ്പോഴേ ഞാനൊരു പെന്തക്കോസ്തുകാരനായിരുന്നില്ല, ഒരു ക്രൈസ്തവ കുടുംബത്തെ ജനിച്ചു വളർത്തപ്പെട്ട. പിന്നീടാണ് യേശുവിനെ ഞാൻ അറിഞ്ഞത്. എന്റെ 36-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ അറിയുന്നത്. അന്ന് തൊട്ടിന്നുവരെ അവൻ എനിക്ക് നല്ലവനാ. അതിനു മുമ്പ് നല്ലവനാ. പക്ഷെ അന്ന് എന്റെ കർത്താവ് പറഞ്ഞ വഴിയെ ഞാൻ പോയില്ല. എന്നാൽ സമയമായപ്പോൾ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം എന്നോട് പറഞ്ഞു, മകനെ, നീ പോയതിന്റെ വഴി ഇതാണ്. മുമ്പ് നീ പോയ വഴി ദുഷ്ടനും പാപിയും പരിഹാസികളുടെ വഴിയിലും ഇരിപ്പിടവും നിൽപ്പിലുമായിരുന്നു. പക്ഷേ നീ അതിൽ മാറി. വഴി ഇതാകും, ഈ വഴിയെ യാത്ര ചെയ്യാൻ എന്റെ കർത്താവിനോട് പറഞ്ഞപ്പോൾ ഞാൻ കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങി. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
നിനക്ക് സ്വസ്ഥമായൊരു ജീവിതം നൽകുന്ന ദൈവം ആഗ്രഹിക്കുക. നിന്റെ തകർച്ചയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. പാപത്തെ നീക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. നിന്റെ ശാപത്തെ അഴിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ തകർന്നു കിടക്കുന്ന കുടുംബത്തെ നീ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈകളിൽ താണിരിക്കുന്നു. 1 പത്രോസ് ലേഖനം 5:6 നമ്മൾ വായിക്കുന്നുണ്ട്. അത് തക്ക സമയത്ത് നമ്മൾ ഉയർത്തുവാൻ കഴിയുമൊരു ദൈവം രക്തം ചെയ്യും. തക്ക സമയത്ത് നമ്മൾ ഉയർത്താൻ കഴിയുന്ന ദൈവം മാത്രമാണ്. അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞ് കൊച്ചു കൊച്ചു പ്രായം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, നിങ്ങളുടെ കൊച്ചു കൊച്ചു ചെറിയ ചെറിയ പ്രായം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, പാപത്തിന്റെ കറങ്ങൾ, മാലിന്യങ്ങൾ, അത് പെരുകി 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 വലിയ വലിയ ചാക്കുകെട്ടുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കാണത്തില്ല ഈ മാനസിക നില സാമ്യം തകർന്ന അനവധി ആളുകളെ ഈ വഴി ഭ്രാന്തന്മാരെ വിളിക്കുക. അവരെ കണ്ട് അവരുടെ വലിയ വലിയ പാണ്ടക്കെട്ടാണ്, അവരുടെ വലിയ കൈ വലിയ ചാക്ക് കെട്ട്, വലിയ പൊതിക്കെട്ടുണ്ട്. ചിലർ തലയിൽ വെച്ച് വലിയ കെട്ടും ചുമന്നുകൊണ്ട് പോകുന്നവർ കണ്ടിട്ടില്ലേ? അവരുടെ ചാക്ക് കെട്ടൊക്കെ അവർ അഴിച്ചിട്ട് നിവർത്തുകൾ അതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ കെട്ടുകൾ, പേപ്പർ പൊതികളുണ്ട് ഒരുപാട്. ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും വൈകിട്ട് വന്നവരുടെ തിരുന്നിട്ട് ചാക്ക് കെട്ടുമ്പോൾ അഴിച്ചിട്ട് ഓരോ പൊതി അഴിച്ച് നിവർത്തി നോക്കി എന്നിട്ട് വീണ്ടും അതുപോലെ കെട്ടിവെക്കും. വീണ്ടും എല്ലാം കൂടെ കെട്ടി എല്ലാം അടിച്ചു പെറുക്കി നോക്കിയിട്ട് വീണ്ടും വീണ്ടും എല്ലാം കെട്ടി ഈ ചാക്ക് കെട്ടിനകത്ത് ശേഖരിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കുന്നിട്ട് പിറ്റോസിന്റെ ആ ഈ ചാക്ക് കെട്ടുമെടുത്ത് വീണ്ടും നടക്കും. വീണ്ടും വൈകിട്ട് തന്നെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചെറുപ്രായത്തിൽ വന്ന അന്ന് തൊട്ട് സംഭവിച്ച സകല പാപങ്ങളും ചെറിയ ചെറിയ കെട്ടുകളാക്കി മാറ്റി ഒരു പാണ്ടക്കെട്ട് പോലെ ആ പാപം നിന്റെ ജീവിതത്തിൽ നിൽക്കുകയാണ്. ഇന്ന് നീ പാപമാകുന്ന പാണ്ടക്കെട്ടും ചുമന്നുകൊണ്ടാണ് നീ യാത്ര ചെയ്യുന്നത്. സമയാസമയങ്ങളിൽ നീ അത് എടുത്തു നോക്കും, നിവർത്തി നോക്കും, അഴിച്ചു നോക്കും. നിനക്ക് ശത്രുതയുള്ളവർ, നിനക്ക് ഇറച്ചിയുള്ളവർ, നിനക്ക് പിണക്കമുള്ളവരെ കാണുമ്പോൾ, അത് ഭവനത്തിലായിരുന്നു വെളിയിലായിരുന്നു, അവരെ കാണുമ്പോൾ ഈ ചെറിയ ചെറിയ കെട്ടുകളാകുന്ന പ്രതികാരത്തിന്റെ ചിന്തകൾ നിന്റെ മനസ്സിലേക്ക് ഉയർന്നു വരും. ഹല്ലേലൂയ. നിന്റെ മനസ്സിലേക്ക് ചിന്തകൾ ഉയർന്നു വരുമ്പോൾ അവരോട് നിനക്ക് പ്രതികാരം തോന്നും. അവരോട് നീ തർക്കിക്കാൻ തുടങ്ങും. പ്രതികാര മനോഭാവത്തോടെ നീ അവർ ഇടപെടാൻ തുടങ്ങും. അത് നിന്റെ പാപത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരാ, നീ മടങ്ങി വരണം. അപ്പൊ ചെറിയ ചെറിയ പാപത്തിന്റെ കെട്ടുകളാകുന്ന പാണ്ഡക്കെട്ടുകളും ചുമന്നുകൊണ്ട് എന്റെ ജീവിതം നീ നശിപ്പിച്ച് നിത്യമായ നരകത്തിലേക്ക്, രണ്ടാം മരണമാകുന്ന ആ തീപ്പൊയിലേക്ക് നീ പോകാതെ നീ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട ക്രിസ്തുവിന്റെ മകളായി നിനക്ക് വേണ്ടി ദൈവം പുതിയ യെരൂശലേം ഒരുക്കിയിട്ടുണ്ട്, പുതിയ പർദീസം ഒരുക്കിയിട്ടുണ്ട്. അവിടെ നീ ചെന്ന് ചേരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രക്തം ചെയ്യും. പാപം വിട്ട് മടങ്ങി പോകാൻ നിനക്കൊരു ഉയർച്ചയുണ്ട്, നിനക്കൊരു നന്മയുണ്ട്. നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. യോശുവ പറഞ്ഞതുപോലെ ഞാൻ ഇവന്റെ കുടുംബങ്ങളെ യഹോവയെ സേവിക്കുന്നു പറഞ്ഞതുപോലെ ഹല്ലേലൂയ. ഇന്ന് പകൽ നിനക്ക് അങ്ങനെ വിളിച്ചു പറയാൻ കഴിയുമോ? ഞാൻ എന്റെ പാപമാകുന്ന പാണ്ടക്കെട്ട് ഇറക്കി വെക്കുന്നു, എനിക്ക് യേശു മതി നിനക്ക് പറയാൻ കഴിയുമോ? പാപമാകുന്ന പാണ്ടക്കെട്ടിൽ ഒരു കെട്ടാണ്, ഒരു കെട്ടാണ് നിന്റെ മദ്യപാനം, മറ്റൊരു കെട്ടാണ് പുകവലി, മറ്റൊരു കെട്ടാണ് പാനസാലകൾ, മറ്റൊന്നാണ് ലഹരികൾ. ഇങ്ങനെ ഓരോന്ന് നീ ഇറക്കിക്കളയണം ജീവിതത്തിൽ. എന്നിട്ട് നീ ദൈവസേനയ്ക്ക് വരുമ്പോൾ അവൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നിന്റെ വേദനകൾ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ സങ്കടങ്ങൾ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് പാപത്തെ നീ തട്ടിക്കളിക്കരുത്, പാപത്തെ നീ വെറുക്കണം. യേശു പാപിയെ സ്നേഹിക്കുന്നവനാണ്, അവൻ പാപത്തെ വെറുക്കുന്നവനാണ്. യേശു പാപിയെ സ്നേഹിക്കുന്നവനും പാപത്തെ വെറുക്കുന്നവനുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഉള്ളിലെ പാപത്തിന്റെ സ്വഭാവങ്ങളെ നീ നീക്കിക്കളയണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവം കരുണയിൽ സമ്പന്നനാണ്. നമ്മുടെ ദൈവം കരുണയിൽ സമ്പന്നനാണ്. നാമും കരുണയിൽ സമ്പന്നരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. അവൻ ദയാപ്രഭു ആയിരിക്കുന്നതിനാൽ നാം അസൂയക്കാരായിരിക്കരുത്. നമ്മുടെ കർത്താവ് നമ്മുടെ കർത്താവ് ആരാണ്? ദയയുടെ പ്രഭുവാണ്. അതുകൊണ്ട് എന്റെ നിന്റെ ഉള്ളിലെ അസൂയ മാറ്റിക്കളയണം. അസൂയ എന്ന് പറയുന്ന ഒരു രോഗമാണ്, അത് മരുന്നില്ല. 1 പത്രോസ് ലേഖനം 2-1 വാക്യം വായിക്കുമ്പോൾ, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത വചനമെന്ന മായയുടെ പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അതെ, ദുഷ്ടതയും ചതിയും വ്യാജവും അസൂയയും എല്ലാ നുണ, ഇതെല്ലാം ഓരോ പാപത്തിന്റെ പാണ്ടക്കെട്ടുകളാണ്. ആ പാപത്തിന്റെ പാണ്ടക്കെട്ടുകളെ നീക്കിക്കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ചുകൊണ്ട് നീ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടണം. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. രക്തം ചെയ്യും.
യേശുവിനെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ മഹാത്മ്യം എന്തെന്ന് നീ മനസ്സിലാക്കി സുവിശേഷത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവ് നീ ഒരുപക്ഷെ കേരളത്തിന്റെ ഏതെങ്കിലും ജില്ലയിലായിരിക്കാം, ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്തായിരിക്കാം, ലോക രാജ്യങ്ങൾ എവിടെങ്കിലും ആയിരിക്കാം നീ ആയിരിക്കുന്നത്. നീ എവിടെ ആയിരുന്നാലും നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയണം, കർത്താവ് ഈ പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ ചുമന്നുകൊണ്ട് വർഷങ്ങളായി നടക്കുന്നു. ഈ പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വെക്കുവാൻ ഇന്നുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പാപത്തിന്റെ പാണ്ടക്കെട്ടുകൾ ഇറക്കി വെച്ച് എന്നെ സ്വന്തമാക്കാൻ അങ്ങേക്ക് മാത്രമേ, യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് എന്റെ പാപത്തിന്റെ പാണ്ടക്കെട്ട് ഇറക്കി വെച്ചു ഞാൻ അങ്ങ് എന്റെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിക്കുന്നു. അവിടുത്തെ രക്തത്തോടെ കഴുകി ശുദ്ധീകരിക്കണമെന്ന് യേശുവിനോട് പറയുമ്പോൾ, അല്ലേ കരുണാസമ്പന്നായ ദൈവം, ദൈവപ്രഭുവായിരിക്കും ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം നിന്റെ പാപത്തെ കഴുകി വെടിപ്പാക്കി നിന്നെ ശുദ്ധീകരിച്ച് അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ തന്ന് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റും. രക്തം കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് അത് ഈ പ്രഭാതത്തിൽ സുവിശേഷത്തിന്റെ സന്ദേശം നീ കേൾക്കുമ്പോൾ അതിനെ നീ പുറംകാലം കൊണ്ട് തട്ടിക്കളയാതെ സുവിശേഷം നീ കേൾക്കുമ്പോൾ നിന്റെ കാതുകൾ നിന്റെ ജീവിതത്തിൽ യേശുവിനെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവ് എനിക്ക് അങ്ങേ മാത്രം മതി, യേശുവെ എനിക്ക് അങ്ങേ മാത്രം മതി, ലോകത്തെ എനിക്ക് വേണ്ട, ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾ വേണ്ട, ലോകത്തിന്റെ സുഖങ്ങൾ വേണ്ട, ഈ ലോകത്തിൻ്റെതായി ഒന്നും വേണ്ട, അങ്ങ് മാത്രം മതിയെന്ന് മടങ്ങുവാൻ നിനക്ക് കഴിയുമോ ശ്രോതാവേ? ഹല്ലേലൂയ. നീ മടങ്ങി വരണം കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് വചനം ദൈവമക്കൾ എപ്രകാരം ദയ കാണിക്കണമെന്ന് കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഹല്ലേലൂയ. ഒരിക്കലും രാജാവ് അവന്റെ അടുക്കൽ 10,000 കടപ്പെട്ട ഒരു കൂട്ടുദാസനെ ഹൃദയപൂർവ്വം ക്ഷമിച്ചു. എന്നാൽ ആ കൂട്ടുദാസനോ അവന്റെ അടുക്കൽ നിന്ന് ജോലി ചെയ്യുന്ന കൂട്ടുദാസനോട് 100 വെള്ളിക്കാശ് പണത്തിന് ക്ഷമിച്ചില്ല. ഒരിക്കൽ കർത്താവ് നമ്മുടെ അവര് ഒരുത്തനോട് ക്ഷമിച്ചു കൊടുത്തു. എന്നാൽ ആ ക്ഷമിച്ചു കൊടുത്ത ക്ഷമ കിട്ടിയവൻ മടൻ പോകുന്ന വഴിക്ക് അവനൊരു കടപ്പാണ്ടിരിക്കുന്നതിനൊക്കെ കടപ്പെട്ടിരിക്കുന്നത് കണ്ടു. പക്ഷേ അവനോട് ക്ഷമ തോന്നാൻ അവന് കഴിഞ്ഞില്ല. നല്ലൊരു ഇക്കാര്യം രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ദുഃഖിപ്പിച്ച് ആ ദാസനെ വിളിച്ച്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നിന്റെ കൂട്ടുകാരനോട് നീ കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി, നിങ്ങൾ മടങ്ങി വരണം. നമ്മുടെ കർത്താവ് കരുണാസമ്പന്നായ ദൈവമാണ്. ഞാൻ പ്രാർത്ഥിച്ച വചനത്തിലേക്ക് വരട്ടെ. എന്താണ് വായിച്ച വചനം? എഫേസ്യ ലേഖനം, ഹല്ലേലൂയ, 2-ാം അധ്യായമാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അവിടെ എന്നാൽ കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായി നമ്മെ അവരോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതേ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ലോകത്തിൽ നാടുപാട് കന്നുകാലി യാഗങ്ങൾ വഴിപാടുകൾ മലകൾ കയറി മല ഇറങ്ങിയതുകൊണ്ടോ തീർത്ഥാടനം നടത്തിക്കൊണ്ടോ പുണ്യകർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ ദാനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടോ സൽക്കാരങ്ങൾ നടത്തിയതുകൊണ്ടോ ഹല്ലേലൂയ ഒന്നും നിന്റെ രക്ഷയ്ക്ക് കാരണം രക്ഷ യേശുക്രിസ്തുവിലുള്ള കൃപയാൽ മാത്രം. കണ്ണുകളടച്ചാട്ട് ഇന്ന് പകൽ പാപത്തിൽ വീടുകളിൽ ശാപത്തിൽ കിടക്കുന്ന ജീവിതങ്ങൾ സമാധാനം മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന വലിയ ഉയർച്ചയില്ലാതെ കണ്ണുതിരിപ്പെട്ട് കടന്നു പോകുന്ന ശ്രോതാവേ, നിന്റെ പാപത്തിന് പരിഹാരം നൽകുന്ന യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുവേ, എന്റെ പാപത്തെ ക്ഷമിച്ചു നൽകണമേ, എന്റെ അകൃത്യങ്ങൾ ക്ഷമിച്ചു നൽകണമേ, എനിക്കൊരു വിശുദ്ധ ജീവിതം നൽകണമേ, ഞാനൊരു കുടുംബം ഈ കഠിനമായി കഷ്ടത്തിൽ കരകയറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന് പറയുമ്പോൾ കർത്താവിനോട് കരുണ കാണിക്കാൻ. ഹല്ലേലൂയ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തായി ശൈശവത്തിൽ യുവനത്തിലും ലാലംബൃത്തന സമയാചകർ ഓർഫനേജ് ഉടനെ തടവറയിലായിരിക്കുന്ന രാജ്യരാഷ്ട്ര തലന്മാർ രാജകുമാർ രാജ്ഞിമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവികൾ അടക്കം ജാതിമത വർഗ വർണ്ണ വ്യത്യാസമില്ല കുടികളുടെ കൊട്ടാരത്തിലെ പാർക്കും എല്ലാ മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ നിരത്തുന്നവർ സൈനിക എഞ്ചിനീയർ എല്ലാ മേഖലയായിരിക്കുന്നതിനും വിവിധ ഗോത്രഭാഗങ്ങൾ ട്രൈബൽ മേഖല ആദിവാസി മേഖല എല്ലാ ദ്വീപവാസികളെയും ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ജാതിയുടെ മതത്തിന്റെ നിറത്തിന്റെ വീഴ്വർ തമ്മിലടിച്ച് വിലകിച്ച് ഈ ലോകത്തിന്റെ മധ്യത്തിന് മയക്കുവിന് പാഞ്ച് ലഹരിക്ക് അടിപ്പെട്ട് ജനിക്ക് വ്യഭിചാര വരസംഘ ചുറ്റിയില് വിദ്യാരാധന വീട് കിടക്കുന്ന സകല ജനങ്ങൾ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പാപത്തിന്റെ ചങ്ങല പാപത്തിന്റെ പാട്ടും കെട്ടും ചുമന്നുകൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങൾ വിടിവിക്കപ്പെടും മടങ്ങിയോന്ന് മാനസാന്തരപ്പെടുവാൻ കർത്താവ് ഒരു അന്ത്യകാല ഉണർവ് ജനത്തിന്റെ പകരുവ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുവാനാകട്ടെ. പാപത്തിന്റെ കെട്ടുകൾ മാറട്ടെ, ശാപങ്ങൾ മാറിപ്പോട്ടെ, ജനം വിടിവിക്കപ്പെടട്ടെ, സ്വസ്ഥതയ്ക്ക് മറാവരട്ടെ. മറാധികാരിയായിരിക്കുന്ന പിശാചിന്റെ കയ്യിൽ നിന്ന് ഈ ജനം വിടിവിക്കപ്പെട്ട് മടങ്ങി ക്രിസ്തുവിൽ സ്വതന്ത്രമായി മാറുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.